ഹലോ നമസ്കാരം, ഞാൻ ജയശ്രീ ഗോവിന്ദൻ, ബറി ഫ്രീ റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. ഇന്ന് നമ്മൾ ചർച്ചാ വിഷയമാക്കുന്നത് എന്താണ് റിട്ടയർമെന്റ് ഗോൾ എന്നുള്ളതാണ്. റിട്ടയർമെന്റ് ഗോൾ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഫിനാൻഷ്യലി ആയിട്ട് നമ്മൾ ഇൻഡിപെൻഡന്റ് ആവുക. അതായത് നമ്മൾ റിട്ടയർമെന്റ് ആയി കഴിഞ്ഞാൽ മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വന്തം വരുമാനത്തിൽ ജീവിക്കാൻ വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തുക. അതാണ് റിട്ടയർമെന്റ് ഗോൾ എന്ന് പറയുന്നത്. ഈ റിട്ടയർമെന്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല പ്രൊഫഷണൽ ആളുകളും റിട്ടയർമെന്റിന് ശേഷം വളരെയധികം ഫിനാൻഷ്യലി ചലഞ്ചസ് അനുഭവിക്കുന്നത് അല്ലെങ്കിൽ ഫേസ് ചെയ്യുന്നത് കാണാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് അവിടെ മന്ത്ലി അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഇൻകം ഇല്ലാതെയാവുന്നു. അത് സാലറിയുടെ പേഴ്സൺ ആയിരിക്കാം, ബിസിനസ്സുകാരനായിരിക്കാം, മറ്റു വർക്ക് ചെയ്യുന്നവരായിരിക്കാം. പക്ഷെ അതുവരെ അവർക്ക് ഉണ്ടായിരുന്ന മന്ത്ലി ഇൻകം അവർ റിട്ടയർഡ് ആവുന്നതോടുകൂടി അവിടെ നിന്നു പോവുകയാണ്. അപ്പോൾ അതിന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആ സമയത്ത് വരുന്ന എക്സ്പെൻസ് കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ വല്ലാത്ത രീതിയിൽ തന്നെ ഫിനാൻഷ്യൽ സ്ട്രഗിൾ അനുഭവിക്കും, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ചലഞ്ചസ് നമുക്ക് ഉണ്ടാകും. അപ്പൊ ഇതില്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ റിട്ടയർമെന്റ് ഗോൾ നല്ല രീതിയിൽ പ്ലാൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ നമ്മൾ അങ്ങനെ ഒരു സെറ്റ് ചെയ്യുമ്പോൾ, ഒരു ഗോൾ നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്യണമെങ്കിൽ നിസ്സാരമായിട്ട് നമുക്ക് അത് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരാളിപ്പോൾ ഒരു 35 വയസ്സുള്ള ഒരാളാണെങ്കിൽ അയാളുടെ റിട്ടയർമെന്റ് ലൈഫിന് വേണ്ടിയിട്ട് ഗോൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ലക്ഷ്യം വയ്ക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അയാളുടെ കറന്റ്ലി അയാൾക്ക് കിട്ടുന്ന ഇൻകം, അത് സാലറി ആയിക്കോട്ടെ മറ്റൊരു രീതിയിലുള്ള ഇൻകം ആയിക്കോട്ടെ, അതിൻ്റെ ഒരു 1 to 1.5 ടൈംസ് അയാൾ സേവ് ചെയ്യണം. എന്നാലാണ് അയാൾക്ക് അയാളുടെ റിട്ടയർമെന്റ് ലൈഫിലേക്ക് നല്ല രീതിയിൽ ഫണ്ട് റേസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇനി ചില ആളുകൾ 50 വയസ്സൊക്കെ ആകുമ്പോഴാണ് റിട്ടയർമെന്റിനെ കുറിച്ച് ചിന്തിക്കുന്നത്. നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ്, റിട്ടയർമെന്റ് ലൈഫിന് വേണ്ടി റിട്ടയർഡ് ആകുമ്പോഴെല്ലാം നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ എപ്പോൾ ജോലിയിൽ പ്രവേശിക്കുന്നു അന്ന് മുതൽ അതിന് വേണ്ടി സേവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഫണ്ട് റേസ് ചെയ്യാനും നമ്മുടെ റിട്ടയർമെന്റ് ലൈഫ് വളരെയധികം നല്ല രീതിയിൽ നമുക്ക് അടിച്ചു പൊളിക്കാനും സാധിക്കും. അപ്പം നമ്മൾ വൈകുന്തോറും നമുക്ക് ഫണ്ട് അതിനകത്തേക്ക് സേവ് ചെയ്യാനുള്ള ടൈം നമുക്ക് കുറയായിരിക്കും. അതുകൊണ്ട് തന്നെ കഴിയുന്നത് നേരത്തെ തന്നെ നമ്മൾ പ്ലാൻ ചെയ്യണം. ഇനി അഥവാ ഇതുവരെ പ്ലാൻ ചെയ്യാതെ പോയി, ഇപ്പം 50 വയസ്സൊക്കെ ആയി, പലരും എന്നെ വിളിക്കാറുണ്ട്, എന്നോട് സംസാരിക്കാറുണ്ട്, 50 വയസ്സായി ഇതുവരെ ഒന്നും ചെയ്തില്ലായിരുന്നു, ഇനി എന്ത് ചെയ്യാൻ കഴിയുന്നു. അപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്, ഇപ്പോൾ നേരത്തെ ഞാൻ ഒരു കണക്ക് പറഞ്ഞ പോലെ 50 വയസ്സായ ഒരാളാണെങ്കിൽ അയാളുടെ മുന്നിൽ വളരെ കുറച്ച് സമയമുള്ളൂ, ഏകദേശം ഒരു 10-12 വർഷമായിരിക്കാം റിട്ടയർമെന്റിന് വേണ്ടി കിട്ടുന്നത്. അപ്പോൾ അയാൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അയാളുടെ കറന്റ്ലി അയാൾക്ക് കിട്ടുന്ന ഇൻകത്തിന്റെ ഒരു 3 തുടങ്ങി 6 ടൈംസ് വരെയും അയാൾ അതിനുവേണ്ടി സേവ് ചെയ്യണം. അപ്പം അത്രയും കൂടുതൽ സേവ് ചെയ്താൽ മാത്രമാണ് നല്ല രീതിയിൽ റിട്ടയർമെന്റ് ലൈഫ് ആസ്വദിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇനി ഒരു 60 വയസ്സായിട്ടാണ് റിട്ടയർമെന്റിനെ കുറിച്ച് ചിന്തിക്കുന്നത്. ചില ആളുകൾ അങ്ങനെയാണ്, 60 വയസ്സിൽ റിട്ടയർഡ് ആകുന്ന സമയത്തോ അല്ലെങ്കിൽ 2 മാസം കൂടി ഉള്ളൂ റിട്ടയർഡ് ആവാറാണ് എന്ന് പറയുന്ന സമയത്തോ ആണ് അവർ അതിനെക്കുറിച്ച് ആശങ്കപ്പെടുന്നതും ഇനി എന്ത് ചെയ്യണം എന്ന് വിചാരിച്ച് നെട്ടോട്ട് ഓടുന്നതും. അങ്ങനെയുള്ള ആളുകൾ, ഒരു 60 വയസ്സായിരിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഇന്ന് എന്ത് ഇൻകം കിട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ കിട്ടുന്നുണ്ടോ അതിൻ്റെ ഒരു 6 to 11 ടൈംസ് അവരുടെ റിട്ടയർമെന്റ് ലൈഫിന് വേണ്ടി സേവ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ചെയ്താൽ മാത്രമാണ് അവർക്ക് അവരുടെ ജീവിതത്തിൽ ആരെയും ആശ്രയിക്കാതെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ ഈ ഒരു കാൽക്കുലേഷനൊക്കെ നടത്തിക്കൊണ്ട് നിങ്ങൾ ഇന്നേ തന്നെ പ്ലാൻ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസ് തരാൻ ഞങ്ങൾ എപ്പോഴും റെഡിയാണ്. ഞങ്ങളുടെ കോണ്ടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഫ്രീ കൺസൾട്ടേഷൻ എടുക്കുക. തീർച്ചയായും നിങ്ങളെ ഗൈഡ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ കാണും വരെ ടേക്ക് കെയർ, ബൈ ബൈ.